ഇന്നത്തെ ഞങ്ങളെ ഹോം ടൂർ കൊടുവള്ളി ചോയ്മഠം അൻവർ തങ്ങളുടെ വീട്ടിലാണ്. ഈ വീട്ടിൽ വരാൻ കാരണം 1600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തൊരു പ്രൊജക്റ്റാണ്. ഇതാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട്. നല്ല ലെങ്ത്തുള്ളൊരു സിറ്റൗട്ടാണ്. 1.5 മീറ്റർ വിടുത്തുണ്ട്. ഇവിടെ സിറ്റിംഗ് സ്പേസ് ഇവിടെയാണ് കൊടുത്ത്. അതേപോലെ കോർണർ സ്പേസിൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഭാഗത്ത് പോർച്ചും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മെയിൻ ഡോറ് കൊടുക്കുന്നത്. ഈ വീടിൻ്റെ മെയിൻ ഡോറ് കയറി വന്നാൽ ഫസ്റ്റ് കാണുന്ന ലിവിങ് ആണിത്. ഈ ലിവിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഡൗൺ ആയിട്ടാണ് ചെയ്തത്. 2 സ്റ്റെപ്പ്, അതേപോലെ തന്നെ റൗണ്ട് ഷേപ്പിലാണ് സിറ്റിംഗ് സ്പേസ് അറേഞ്ച് ചെയ്ത്. ഒരു വ്യത്യസ്തമായിട്ട് ഉള്ളൊരു പ്ലാനാണ്. അത് വൈഫിൻ്റെ ഒരു ഇഷ്ടപ്രകാരമാണ് ഇങ്ങനെ ചെയ്തത്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ ഈ സ്റ്റെപ്പ് കയറി വന്നാൽ ഇവിടെ തന്നെയാണ് സ്റ്റെയർ റൂം സെറ്റ് ചെയ്ത്. ഈ സ്റ്റെയർ റൂമിൻ്റെ താഴെ ഭാഗത്തായിട്ട് ചെറിയൊരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ട് ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ടോയ്ലറ്റിൽ പോകുന്നത്. നല്ലൊരു ടോയ്ലറ്റ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റി. ഇതാണ് ഇവിടുത്തെ കിഡ്സ് ബെഡ്റൂം. 2 കിഡ്സിന് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ കൊടുത്തിട്ട് അവർക്ക് സ്റ്റഡി ചെയ്യാനും രണ്ടും കൂടി. ഇത് 4 ബെഡ്റൂമിൻ്റെ പുറമെ ഉള്ളതാണ്. ചെറുതായിട്ട്, വലിയതല്ല ഇത്, 5 ബെഡ്റൂം തന്നെ ഉണ്ട് എന്ന് പറയാം. ഡൈനിങ് ഹാളിൽ തന്നെയാണ് ഇവിടുത്തെ വാഷ് ബേസിന് കൊടുത്ത്. നല്ല പ്രീമിയം സെറ്റപ്പിലാണ് ചെയ്തതെല്ലാം. ഇവിടെ 2 സ്റ്റോറേജ് കൊടുത്തിട്ട്. അതേപോലെ ഇത് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ, ക്ലോസ് ചെയ്യാൻ ടച്ചബിൾ ആണ്. പിന്നെ ഇവിടെ ടൈല്, കംപ്ലീറ്റ് ടൈല് ഒരു വെറൈറ്റി ടൈലാണ് കൊടുത്ത്. ഇവിടെ ഒരു മെറ്റൽ ഗ്രാസ്, ഇത് മെറ്റലിൽ ചെയ്താട്ടോ, ഇൻഡസ്ട്രിയൽ വർക്കാണ്. അതെ. ഡൈനിങ് ഹാളിൽ നിന്നും ബേസ്മെൻറ്റ് ഫ്ലോറിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെയർ ആണിത്. ഈ സ്റ്റെയർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വീടിൻ്റെ 2 ബെഡ്റൂമും താഴെയാണ് കൊടുത്തത്. ഈ സ്റ്റെയറില്ലേ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ കൊടുത്തത്. ഇത് പെട്ടെന്നുണ്ടായ ഒരു പരിപാടിയാണ്. ബേസ്മെൻറ്റ് കംപ്ലീറ്റ് മണ്ണിടാനായിരുന്നു മുമ്പ് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഈ മണ്ണിടുന്ന ചിലവ് കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ 2 ബെഡ്റൂം ആഡ് ചെയ്ത്. അത് റൈറ്റ് സൈഡിലൊരു ബെഡ്റൂമും അതേപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു ബെഡ്റൂമും പിന്നെ ഈ 2 ബെഡ്റൂമിന് കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റും കൊടുത്തിട്ട് ഇവിടുന്നാണ് ഇതിൻ്റെ പുറത്തേക്കുള്ള ആക്സസ്. ബേസ്മെൻറ്റിൽ നിന്നാണ് ആക്സസ് കൊടുത്തത്. വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്ത്. ഏകദേശം 6 ആക്കി ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിൾ. ഇവിടുത്തെ ഇതിൻ്റെ കളർ കോംബോ, അതെ അതെ, ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് തന്നെ നമ്മൾ വാങ്ങിയതാണ് ഈ കളർ കോംബോ. അതെ അതെ, വൈറ്റ് ആൻഡ് ഇവിടെ ഒരു ബേവിൻ്റെ നമ്മൾ 2ാമത് സെറ്റ് ചെയ്തതാണ്. കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞില്ല, പിന്നെ പെട്ടെന്നാണ് പറയുന്നത് ബേവിൻ്റെ വേണം. അങ്ങനെ നമ്മൾ ഇതേപോലെ ചെയ്തു കൊടുത്ത്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ വന്നാൽ ഇവിടെ ഇരിക്കുക. അതെ അതെ, ഫങ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. അതേപോലെ തന്നെ ഈ ഒരു ഇത് ഓപ്പണിങ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്യുക. ഒരു കൗണ്ടർ മാതിരി. കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് കഴിക്കുന്നു, അവിടുന്ന് സെർവ് ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾക്ക് കാണാലോ. ഈ ഡൈനിങ്ങും കിച്ചണും വളരെ അടുത്താണ്. ഇതാണ് കിച്ചണ്, ഈ വീടിൻ്റെ കിച്ചണ്. ഈ കിച്ചണ് കുറേ മുമ്പ് ചെയ്തതായിരുന്നു. അതുകൊണ്ട് ഇവിടെ എൽ ഷേപ്പിൽ റാക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ ഇൻറ്റീരിയർ വർക്ക് ചെയ്തത്. അലൂമിനിയത്തിലാണ് കംപ്ലീറ്റ് ചെയ്തത്. മേൽഭാഗത്ത് സ്റ്റോറേജുകൾ മാക്സിമം കിട്ടുന്ന രീതിയിലാണ് എല്ലാം വിൻഡോസൊക്കെ സെറ്റ് ചെയ്തത്. വിൻഡോസ് ലെങ്ത്ത് കൂട്ടി ഹൈറ്റ് കുറച്ചിട്ടാണ് ഇവിടെ ചെയ്തത്. അതുകൊണ്ട് മേൽഭാഗത്ത് നമുക്ക് സ്റ്റോറേജുകൾ കിട്ടി. ഇവിടാണ് ഇതിൻ്റെ ഹോബ്, ഗ്യാസ് അടുപ്പിൻ്റെ ഹോബ് കൊടുത്ത്. ഇത് കുറച്ച് ഹൈറ്റ് കൊടുക്കാൻ, ഈ ഹോള് കാണാത്ത രീതിയിൽ കവർ ചെയ്തത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈറ്റ് കൊടുത്തത്. പിന്നെ ഇതിൻ്റെ ഒരു ഭംഗി, ഈ സ്ട്രിപ്പ് ലൈറ്റുകൾ ഒരുപാട് കൊടുത്തിട്ട് നല്ല ഒരു പ്രത്യേകത ഉണ്ട്. അതേപോലെ തന്നെ കുറേ ഷെൽഫുകൾ കൊടുത്തിട്ട് ഈ വീട്ടിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഔട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് സെറ്റ് ചെയ്തത്. 2 ഡോറുകളായിട്ടാണ് കൊടുത്ത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം ഇത് മാത്രം ക്ലോസ് ചെയ്താൽ മതി. പൂച്ച അങ്ങനത്തെ ഈ ജന്തുക്കളൊന്നും വീട്ടിലേക്ക് കയറൂല.
ആവശ്യത്തിന് എയർ കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. ഇത് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനിയിപ്പോൾ രണ്ടും ഓപ്പൺ ചെയ്താൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും പറ്റും. ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ വരുന്നത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. നല്ല അടിപൊളിയായിട്ടാണ് ഈ റൂം ഇവിടെ കംപ്ലീറ്റ് ചെയ്തത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ മിനിമലായിട്ടാണ് ചെയ്തത്. സീലിംഗ് പോലും ചെയ്തില്ല. സീലിങ്ങിൽ ജസ്റ്റ് ലൈറ്റുകൾ മാത്രം കൊടുത്തതാണ്. ഇൻറ്റീരിയർ വർക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഒരു വാൾപേപ്പർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഫ്രെയിമും ഇത് ഓൺലൈനിൽ വാങ്ങിയതാണ്. അതേപോലെ 2 ലൈറ്റ്സും കൊടുത്ത്. പക്ഷേ നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട്. ആ രീതിയിലാണ് ചെയ്തത്. അവിടെ ഒരു ബേ വിൻഡോ കൊടുത്തേക്ക്. ചെറിയ ബെഡ്റൂം ആണെങ്കിലും ഈ സൗകര്യങ്ങളൊക്കെ വരുമ്പോൾ അത്യാവശ്യം വിശാലമായിട്ട് തന്നെ ഫീൽ ചെയ്യും. ഇവിടാണ് വാൾഡ്രോബ്, നല്ല ഗ്ലാസ് ടൈപ്പ് ഡോറുകളൊക്കെ കൊടുത്തേക്ക്. ഇവിടെ ഫുള്ളായിട്ട് ഒരു മിറർ സെറ്റ് ചെയ്തേക്ക്. അതേപോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡോയർ സെറ്റ് ചെയ്തേക്ക്. ഈ ഒരു ഭാഗത്ത് ഡ്രസ്സിംഗ് റൂം ആയിരുന്നു മുമ്പ്. ഇവിടെ അവർക്ക് ബേ വിൻഡോ കൊടുത്ത് അപ്പോൾ ഒരു സിറ്റിംഗ് സ്പേസ് ആക്കിയെടുത്ത്. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഫർണിച്ചറൊക്കെ റെഡിമെയ്ഡ് വാങ്ങിയിട്ടതാണ്. ഇൻറ്റീരിയറായിട്ട് ഒന്നും ചെയ്തില്ല, എന്നാലും നല്ല പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട്. ആ 2 ലൈറ്റ് കൊടുത്തു. അതേപോലെ ഈ ഒരു സംഭവം ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കോളും, അതവിടെ സെറ്റ് ചെയ്തതാണ്. വെരി സിമ്പിളായിട്ടാണ് ചെയ്തത്. ഇതാണ് ഇവിടെ സ്റ്റെയർ കയറിയുള്ള ലാൻഡിങ്. ഇവിടെ വലിയൊരു ഗ്ലാസ് കൊടുത്തേക്ക്. ഈ ഗ്ലാസ് കൊടുത്തുകൊണ്ട് വീട്ടിലൊക്കെ എപ്പോഴും ലൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അതേപോലെ എയർ പാസേജും വരും. ഈ സ്റ്റെയർ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ലിവിങ്ങിന് വാളില്ലാത്തതുകൊണ്ട് ഒക്കെ ഒരു ഓപ്പണിങ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീട് കണ്ടല്ലോ. ഈ വീട് കംപ്ലീറ്റ് ഞങ്ങളാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ വർക്കിനെ കുറിച്ച് ഈ വീട്ടുകാരോട് നമുക്ക് ചോദിക്കാം. ഞാൻ ഇവിടെ അല്ലായിരുന്നു. വർക്ക് മൊത്തം ബാസിത്തിനാണ് ഏൽപ്പിച്ചത്. അത് പറഞ്ഞ രീതിയിൽ പറഞ്ഞ സമയത്തെല്ലാം വളരെ വൃത്തിയായിട്ട് ബാസിത്ത് ചെയ്തു തന്നിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും അതേപോലെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എപ്പോഴും ബാസിത്തിനെ കോൺടാക്റ്റ് ചെയ്യാം. വളരെ ഹാപ്പിയാണ്. ഇതുപോലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്ലാനുകൾ ഇനിയും ഞങ്ങൾ ഈ ചാനലിൽ കാണിക്കുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.